നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് തന്നെ ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫിസിക്കലി ഇമോഷണലി ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള ഒരു കണക്ഷൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള റിലേഷൻ ആണ്. മെന്റലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത്രയും ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പേഴ്സണും അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ക്യൂനോ സോഴ്സ് എനർജിയാണ് ഇവിടെ. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല അവര് എന്നുള്ളതാണ്. അതായത് അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ല. അവർക്ക് നിങ്ങളോട് ഫീലിങ്സും ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു എനർജി. അതായത് അവർ ആ രീതിയിലാണ് ഇടപെടുന്നത്, അവരുടെ രീതി അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്ത്, ചിലപ്പോൾ അവർക്ക് കുട്ടിക്കാലത്ത് അതുപോലെ എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്നേഹവും കണക്ഷനൊന്നും അവർക്ക് കിട്ടി കാണില്ല. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കാനും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ അവരുടെ ഇമോഷൻസ് അവർ പരമാവധി എക്സ്പ്രസ് ചെയ്യാതെ അവർ കൺട്രോൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പേഴ്സൺ ഈ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ദ എംബറർ എനർജിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എനർജി തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. അതായത് എക്സ്പ്രസീവ് അല്ല എന്നുള്ളത്. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു തരാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരാം, ഒരു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു സ്നേഹപ്രകടനം എന്ന് പറയുന്നത് അവര് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് അവര് കാണുന്ന അവരുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ രീതിയിലാണ് അവരുടെ സ്നേഹത്തെ അവർ കാണുന്നത്, ആ രീതിയിലാണ് അവരെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ആ ഒരു സ്നേഹമുള്ള പോലെ അവർ സംസാരിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അതേപോലെ റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്നുണ്ടാവില്ല. പക്ഷെ അതൊന്നും അവരത് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് അവർക്കത് നിങ്ങൾക്ക് തരാനും അവർക്ക് പറ്റുന്നില്ല. അത് അവരുടെ ഒരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് അവരുടെ ഒരു ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത രീതികൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. 9 ഓഫ് വാൻസ് എനർജിയാണ്. ഇങ്ങനെ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഈ പേഴ്സൺ എന്നോട് താല്പര്യം ഇല്ലേ എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഇപ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഇവർക്ക് വേറെ റിലേഷൻ ഉള്ളത് കൊണ്ടാണോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഈ റിലേഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആണോ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ, അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സുകളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു എംബറർ എനർജിയിൽ നിൽക്കുന്ന ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയാണ്. അതായത് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോടുള്ള ഫീലിങ്സ്, കിങ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് അത്രയും സ്നേഹവും ഫീലിങ്സും ഒക്കെ ഉള്ള ഒരു പേഴ്സണും, ഈ ഒരു എംബറർ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചൊരു റൂഡായിട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റൊമാൻറ്റിക് അല്ലാണ്ട് സ്റ്റേൺ ആയിട്ട് നിൽക്കുന്ന ആ രീതിയിൽ പെരുമാറുന്ന ഒരു പേഴ്സണും. അപ്പൊ ഇതാണ് അവരുടെ മാനസികാവസ്ഥ, അതായത് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് ഇതാണ്, പക്ഷെ അവര് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ഇതാണ് എന്നുള്ളതാണ്. അതാണ് ഒരു രണ്ടും കൂടി മാച്ച് ആയി പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അതൊരു പെയിൻ ആണ് വരുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്നേഹം, നിങ്ങൾ പല രീതിയിലും, അതായത് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഈ പേഴ്സൺ ഇങ്ങനെ എന്നോട് പെരുമാറണം, ഈ രീതിയിൽ എന്നോട് സംസാരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തരുന്നുണ്ടാവും. പക്ഷെ ആ രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് അവരുടെ
രീതി അങ്ങനെ ആയതുകൊണ്ട് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അവര് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ചിലർക്ക് ഇത് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ചില സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവില്ല. അതൊരു കർമ്മയുടെ ഒരു എഫക്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കരിയറിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിലോട്ടൊക്കെ അവർ കുറച്ച് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടാവാം. അപ്പൊ അതൊരു കാർമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. കിങ് ഓഫ് വാൺസ് എനർജിയാണ്. ഒരു വാൺസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളെ വേണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാരണം അവരുടെ മനസ്സിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഈ ഒരു സിംഹത്തെ കണ്ടോ, അവർ ഉറച്ച തീരുമാനമുള്ള ഒരാളാണ്. അവര് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചെടുത്തതാണ്. അവിടെ ആൾക്കൊരു കൺഫ്യൂഷനും ഇല്ല. പക്ഷെ ആളുടെ ക്യാരക്ടറും സ്വഭാവവും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. ഫോളോ യുവർ ബ്ലിസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പേഴ്സന്റെ കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ്ഡ് ആവാതെ, അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ, അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തുകൊണ്ട് ഇങ്ങനെയായി, ഇങ്ങനെയായി, അങ്ങനെ അവരെ കുറിച്ചുള്ള നെഗറ്റീവ്സിലോട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാതെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. ഇനി ഇപ്പം ഈ ഒരു ന്യൂ ഇയറിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അതിലോട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. തിങ്കിങ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അവർ ചില സമയത്തൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കിങ് ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് അവരുടെ മനസ്സിൽ അവര് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ കൂടെ വേണം, അവരത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഈ റിലേഷനെ കാണുന്നത്. അവരുടെ ലൈഫ് ലോങ് ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ കാണിക്കുന്നത്. ഹോപ്പ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് ഹോപ്പ് ഉണ്ട്. ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു റിലേഷനും ബോണ്ടിങ്ങും ആയിട്ട് ലൈഫ് ലോങ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, ചതയം, കാർത്തിക, 1986, അനീരം 1999, മകീര്യം മാർച്ച്, ലെറ്റർ എ മെയ്, അവിട്ടം 1998, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.